എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കറിക്കിടകം സ്പെഷ്യൽ കഞ്ഞി തയ്യാറാക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് 2 തരത്തിലാണ് ഞാൻ ഈ ഒരു കഞ്ഞി തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ളൊരു കഞ്ഞിയാണ്. കർക്കിടക മാസത്തിൽ നമ്മളത് ഒരാഴ്ചയെങ്കിലും കഴിക്കുകയാണെങ്കിൽ ശരീരബലം കൂട്ടാനും അതുപോലെ പ്രതിരോധ ശേഷിക്കുമൊക്കെ നല്ലൊരു കഞ്ഞിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ 2.5 ടേബിൾ സ്പൂൺ ചെറുപയർ ഇട്ട് കൊടുക്കാം. രണ്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 5-6 മണിക്കൂറോളം ഒന്ന് കുതിർത്തിയെടുക്കണം. ഇതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. തലേദിവസം രാത്രി ഇതുപോലെ കുതിർത്തി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഈ ഒരു കഞ്ഞി ഉണ്ടാക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം. ഇതേ വെള്ളത്തിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം കുറച്ച് പോരായ്കയായിട്ട് തോന്നി കുറച്ച് വെള്ളം കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് 2 വിസിലാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് വെന്ത് പോണ്ട, ഒരു പകുതി വേവൊന്ന് ആക്കിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഞവരരി അല്ലെങ്കിൽ ഉണക്കലരി അല്ലെങ്കിൽ നമ്മൾ കഞ്ഞിയൊക്കെ വെക്കാൻ എടുക്കുന്ന പൊടിയരി അതുമല്ലെങ്കിൽ പച്ചരി, ഇതിലേതെങ്കിലും അരി എടുക്കാം. ഞാനിവിടെ ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. അരി ഞാൻ 4 ഗ്ലാസ്സിൽ പകുതി അളവിലാണ് എടുത്തിട്ടുള്ളത്. ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ പോയിട്ടിരിക്കുന്നുണ്ട്. ഏകദേശം പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഇനി കഞ്ഞി നന്നായിട്ട് വെന്ത് വരാൻ ആവശ്യത്തിനുള്ള 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല, അത് കഞ്ഞി വെന്തതിന് ശേഷം ചേർത്താൽ മതി. ഈ ഒരു സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 3-4 വിസിലാണ് ഞാനത് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ട് വിസിലാക്കിയെടുക്കാം. ഇനി ഇതിലേക്കായിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പാലെടുക്കണം. 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത്രയും പാലെടുത്തിട്ടുണ്ട്. കുക്കറിലെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കിയിട്ടുള്ളത്. അരിയും ചെറുപയറും ഉലുവയൊക്കെ കറക്റ്റായിട്ട് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 2 തരത്തിലുള്ള കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പകുതി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത് മധുരക്കഞ്ഞിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാലിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലെനിക്ക് കുറച്ച് മധുരം കുറവായിട്ട് തോന്നി. അപ്പോൾ കുറച്ചുകൂടി ശർക്കര ഉരുക്കിയത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിൽ വേണമെങ്കിൽ 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നാളികേരപ്പാൽ ഒഴിച്ചതിന് ശേഷം പിന്നീട് ഇത് തിളയ്ക്കാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ, മധുരക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കഞ്ഞി. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കഞ്ഞി ഒന്നുകൂടി നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. കഞ്ഞിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നാളികേരപ്പാൽ ഇതിലേക്ക് ചേർക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല, നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇനി വേണമെങ്കിൽ 1/2 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർക്കാം. ഇങ്ങനെ കുടിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ്. ഇത് രണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്